കൊച്ചി തൈക്കൂടത്ത് മാതാവിനെ വീടിന് വെളിയിലാക്കി വീട് പൂട്ടി മകൾ മുങ്ങി. RDOയുടെ ഉത്തരവുണ്ടായിട്ടും വീട് തുറന്നു കൊടുക്കാൻ മരട് പോലീസ് തയ്യാറാകുന്നില്ല. വൃദ്ധ വീടിന് പുറത്തു തുടരുകയാണ്. തൈക്കൂടം സ്വദേശിനി സരോജിനിയെയാണ് പുറത്താക്കി മകൾ ജിജോ വീട് പൂട്ടിയത്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. എബിൻ, RDOയുടെ ഉത്തരവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് വീട് തുറന്നു കൊടുക്കാൻ മടിക്കുന്നത്? എന്താണ് പ്രശ്നം? പ്രവിത, ഈ പോലീസ് എത്തിയിട്ടും വീട് തുറന്നു കൊടുത്തിട്ടില്ല. സരോജിനി എന്ന് പറയുന്ന വയോധിക്കാണ് ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവർ മറ്റൊരു മകളുടെ വീട്ടിലായിരുന്നു. ഈ വീട് ഈ അമ്മയുടെ പേരിലുള്ളതാണ്. ജിജോ എന്ന് പറയുന്ന മകൾക്ക് എഴുതി കൊടുത്തതായിരുന്നു. പക്ഷേ പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് അവർ ഈ അമ്മയെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ഇപ്പോൾ RDOയുടെ ഉത്തരവുണ്ട്. RDOയുടെ ഉത്തരവുണ്ടായിട്ടും ഈ അമ്മയ്ക്ക് ഈ വീട് തുറന്നു കൊടുത്തിട്ടില്ല. ഇത് പോലീസിനെയും അറിയിച്ചതാണ്. ഈ RDOയുടെ ഉത്തരവിൻ്റെ പകർപ്പ് പോലീസിനും കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും പോലീസ് വന്ന് ഈ വിധി നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല. ഈ അമ്മ ഇപ്പോഴും രാത്രിയായപ്പോഴും ഈ വീടിന് മുന്നിലിരിക്കുകയാണ്. പ്രദേശവാസികളടക്കം പൊതുപ്രവർത്തകർ അടക്കം എത്തിയിട്ടുണ്ട്. MLA ഉമ്മ തോമസ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ അമ്മയ്ക്കൊപ്പം. പക്ഷേ ഇത് കൃത്യമായി വിധി നടപ്പാക്കേണ്ടത് പോലീസ് ആയതുകൊണ്ട് തന്നെ മറ്റു നാട്ടുകാർക്കോ അല്ലെങ്കിൽ MLAക്കോ ഇതിൻ്റെ അകത്തൊന്നും കൃത്യമായിട്ട് ഈ വീട് തുറന്നു കൊടുക്കാൻ പറ്റില്ല. അവർ തന്നെയാണ് നടത്തി കൊടുക്കേണ്ടത്. ഈ പോലീസ് ഈ മകളെ ബന്ധപ്പെട്ടിട്ടുള്ളോ എന്നുള്ള കാര്യം പോലും വ്യക്തമാക്കുന്നില്ല. കാരണം ആ രീതിയിലാണ് ഇടപെടൽ നടത്തേണ്ടത്. മരട് പോലീസ് ഓഫീസിനും ഈ RDOയുടെ ഉത്തരവ് നൽകിയിട്ടുണ്ട്. നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ, ഇത് എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കണമായിരുന്നു? എനിക്ക് 75 വയസ്സുണ്ട് മോനെ. ആ കാലം മുതൽ ഇവിടെ താമസിക്കണേ. പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് പാലാരോട്ടത്താണ്. അവിടെ കുറച്ച് കാലം താമസിച്ച് അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. അവിടെ 25 സ്ഥലം ഉണ്ടായിരുന്നു. അത് വിറ്റാണ് ഈ കൊച്ചുങ്ങളെ രണ്ടുപേരെയും കല്യാണം കഴിച്ചു. മകള് എത്ര നാൾ മുമ്പാണ് ഈ വീട് പൂട്ടിപ്പോയത്? അമ്മയോട് ഇവിടുന്ന് മാറാൻ പറഞ്ഞു. 1 വർഷം കഴിഞ്ഞ് എന്നോട് മോക്കളെ വീട്ടിൽ പോകുന്നു പറഞ്ഞ് അവൾ അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞാൽ പോയത്. മൂകാംബിക പോണ് അമ്മ ഇളയ സിജിയുടെ അടുത്ത് പോകുമെന്ന് പറഞ്ഞു. അവിടെ പോയി കഴിഞ്ഞ് ഞാൻ പിറ്റാഴ്ച വന്നു. അവൾ ഇത് പൂട്ടിയിട്ടേക്കണം. പിന്നെയും വന്ന് പിന്നെയും പൂട്ടിയിട്ടാണ്. അങ്ങനെ സാക്കി 8 മോനെ ഞാനിങ്ങനെ നടന്നു. എനിക്ക് വയ്യാതെ അവിടെ കിടന്നു. 1 കൊല്ലം കഴിഞ്ഞില്ല അവിടെ പോയി നിൽക്കണം. പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് ഈ ഉത്തരവൊക്കെ RDOയുടെ ഉത്തരവ് അമ്മയ്ക്ക് കിട്ടിയ അനുകൂലമായിട്ടുള്ള പോലീസ് എന്താ പറഞ്ഞത്? പോലീസ് പറയണത് അവരെന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. ഞാൻ വരുമ്പോൾ ഇവിടെ ആൾക്കാർ നടത്തുന്നുണ്ട്. അവർക്ക് തുറക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവർ പോയത്. അവിടെ ചെന്നപ്പോൾ അവർ തുറന്നു തരാമെന്ന് പറഞ്ഞത് അവനെ പോലീസ് പറഞ്ഞ് തുറന്നു. മകളോട് ഫോണിൽ വല്ല സംസാരിച്ചിരുന്നോ? അത് തുറന്നു തരാമെന്നാണ്. മോളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് ഫോണില്ല. അവൾ ഫോണെടുത്ത് ചെയ്താൽ എടുക്കില്ല. പിന്നെ ഞാൻ എങ്ങനെ ഫോണിൽ? അപ്പോൾ ഈ വീടിൻ്റെ പിന്നിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ പോലീസ് ഒരു നടപടി എടുത്തത്? അല്ല, എനിക്ക് ഇരിക്കണം. എവിടെ ഇരിക്കും ഞാൻ? എന്ന് കിടക്കണം. എനിക്ക് ഇരിക്കുകയൊക്കെ ചെയ്യണ്ടേ? ഞാൻ വയസ്സായ എനിക്ക് പറ്റണില്ല. ഉമ്മ തോമസ് MLA ഇവിടെ ഉണ്ട്. MLA ഇതിൻ്റെ അടുത്ത് നമുക്ക് നിയമപരമായിട്ട് കിട്ടേണ്ട എല്ലാ നടപടിയും ഉണ്ട്. പക്ഷെ പോലീസിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്നു? എന്തോ രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ളത്, രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഹയർ ലെവലിൽ ആരെങ്കിലും അവരെ വിളിച്ച് എന്തോ പ്രശ്നമുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. ഞാൻ വാസ്തവത്തിൽ ഒരു പരിപാടിയിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പെട്ടെന്ന് വരാനും വന്നപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചത് മകളകത്ത് കയറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അകത്ത് കയറ്റാമെന്ന് വിചാരിച്ചാൽ വന്നെ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കറക്റ്റ് സീൻ മനസ്സിലായത്. ഇവിടെ ആരുമില്ല. ഈ വീട് അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് അടച്ചിരിക്കുകയെന്നും അമ്മയോട് മൂകാംബിയെ പോവുക, തിങ്കളാഴ്ച വരുമ്പോൾ വിളിക്കും വരണം എന്ന് പറഞ്ഞ് പോയ മകള് പിന്നെ വന്നിട്ടേ ഇല്ല. ഈ വീട്ടിൽ എപ്പോൾ വരുമ്പോഴും അടഞ്ഞു കിടക്കുന്നു. അമ്മ വിളിക്കുമ്പോൾ വേറെ ഫോണിൽ നിന്നൊക്കെ അമ്മ വിളിക്കുമ്പോൾ അമ്മയാണെന്ന് അറിയുമ്പോൾ ഫോൺ കട്ട് ചെയ്യുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പനമ്പള്ളി നഗറിൽ അവർ താമസമുണ്ടെന്നാണ് അറിഞ്ഞത്. ഇത് വളരെ എല്ലാവർക്കും അറിയാവുന്ന വിദ്യാധരൻ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വൈഫാണ് മൂത്ത മകൾ എന്നുള്ളത് ഒരു കാര്യമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതിൽ പോലീസിനെ വിളിച്ചു. പോലീസ് CIനെ വിളിച്ചു. CI പറഞ്ഞത് ഞാൻ അവരോട് ചെല്ലാൻ പറഞ്ഞല്ലോ, ഇത് കയറ്റാൻ പറഞ്ഞല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് അവർ കയറ്റാൻ പറ്റില്ല, ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോയിരിക്കണേ. ഈ ഉത്തരവ് നടപ്പാക്കേണ്ടത് ഇന്ന് തന്നെ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമായിട്ടും വിളിച്ചില്ല. അതുകൊണ്ട് ഞാൻ തന്നെ തിരിച്ചു വിളിച്ചു. CIനെ തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞത് അത് നമുക്കൊരു വീട്ടിൽ അങ്ങനെ കയറ്റണമെങ്കിൽ താക്കോൽ ആരുടെ അടുത്താണ്, അപ്പോൾ ആ കസ്റ്റോഡിയൻ്റെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു അതല്ലേ ഉത്തരവ് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്താൽ പോരെ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്.
ഈ രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. RDOയുടെ ഉത്തരവ് ഈ അമ്മയ്ക്ക് അനുകൂലമായിട്ടുണ്ട്. ഈ മകൾ വീട് ഈ അമ്മയ്ക്ക് തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് RDOയുടെ ഉത്തരവ്. അതിൻ്റെ പകർപ്പാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്നാൽ പോലീസ് ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളൊരു ആരോപണവും ഈ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും അടിയന്തരമായി ശ്രദ്ധ പുലർത്തേണ്ട കാര്യമാണ്. ഈ അമ്മയ്ക്ക് വീടിനുള്ളിൽ കയറി താമസിക്കാനുള്ള എല്ലാ നിയമവശങ്ങളും ചെയ്തു കൊടുക്കേണ്ടതും പോലീസാണ്. പ്രവിത, ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കൊച്ചി തൈക്കുടത്താണ് സംഭവം. മാതാവിനെ വീടിന് വെളിയിലാക്കി വീട് പൂട്ടി മകൾ മുങ്ങി. RDOയുടെ ഉത്തരവുണ്ടായിട്ടും വീട് തുറന്നു കൊടുക്കാൻ മരട് പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണിപ്പോൾ നിലനിൽക്കുന്നത്. എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.